ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ബില്ല് അതിനെ ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. സാർ, ഈ ഭേദഗതി ബില്ലിലൂടെ, ബാങ്കിംഗ് ഭേദഗതി ബിൽ 2012 നമ്മുടെ രാജ്യത്തെ സുപ്രധാനമായ 8 ബില്ലുകൾ ഒറ്റയടിക്ക് ഭേദഗതി ചെയ്യപ്പെടുകയാണ്. 1949 ബാങ്കിംഗ് നിയമം, 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം, 1959 സ്റ്റേറ്റ് ബാങ്ക് സബ്സിഡി നിയമം, 1970 ബാങ്ക് ദേശസാൽക്കരണ നിയമം, 1980 ബാങ്ക് ദേശസാൽക്കരണ നിയമം, 1976 റീജിയണൽ ബാങ്ക്സ് നിയമം, അതുപോലെ 2002 ബഹുസംസ്ഥാന സഹകരണ ബാങ്ക് നിയമം, അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ സഹകരണ നിയമങ്ങൾ എന്നിവയെല്ലാം ഒറ്റയടിക്ക് സ്വദേശ കുത്തകൾക്ക് അനുകൂലമായി ഭേദഗതി ചെയ്യപ്പെടുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഈ ബില്ലിന്റെ 3-ാം വകുപ്പ് പ്രകാരം ഇന്ന് ബാങ്കുകൾ SLR ആയിട്ട് നിക്ഷേപിക്കേണ്ട ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് പകരം അതിന്റെ ലിസ്റ്റിൽ സ്വകാര്യ കുത്തകകളുടെ സെക്യൂരിറ്റീസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം